ഇയാൾ പറയാണ്, നിന്നെ ഈ കുപ്പായത്തിൽ കാണാൻ എന്തു ഭംഗിയാണെന്ന്. നിസ്കാര കുപ്പായത്തിൽ കാണാൻ എന്തു ഭംഗിയാണെന്ന്. ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ പുരുഷന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. കണ്ടാ, ഇവര് ഭയങ്കര ഹാപ്പിയായി. കറക്റ്റാ, ഞാനൊരു പുരുഷനല്ലേ. നാസിക്കുൽ മലായിക്കത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് ശംസുല്ലത്തി വറാ അൽ ഖിമ്മ എന്നാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയിലെ കഥാപാത്രങ്ങൾ ചുരുക്കി പറയാണ്, ഹുദ നബീൽ എന്ന് പറയുന്ന ദമ്പതികളാണ്. രക്ഷിതാക്കളുണ്ട് വീട്ടിൽ. വിവാഹപ്രായമായിട്ടുള്ള ഈ നബീലിൻ്റെ വീട്ടിൽ വിവാഹത്തിനോട് താല്പര്യമില്ലാത്തൊരു പുരുഷൻ, നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇത്, വിവാഹത്തിനോട് താല്പര്യമില്ലാത്തൊരു പുരുഷൻ. അപ്പോൾ ആ പുരുഷനെ, ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുന്നു. ഇപ്പുറത്താകട്ടെ ഈ ഹുദയെ സംബന്ധിച്ചിടത്തോളം അധികം നിർബന്ധിക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല. അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രക്ഷിതാക്കൾ ദീനി നിഷ്ഠയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവൾ വിവാഹത്തിന് തയ്യാറാകുന്നു. അങ്ങനെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം, നമ്മൾ ആ പറയുന്ന ആദ്യ രാത്രിയിൽ, ആദ്യം തന്നെ നബീൽ ഹുദയോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്: നമുക്ക് കുട്ടികൾ വേണ്ട. നമുക്ക് ആര് വേണ്ട? കുട്ടികൾ വേണ്ട. എപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഹാപ്പി ഉണ്ടാവില്ല. അതായത് ഒരു സമൂഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയെ ആ കഥയിലൂടെ എന്ത് ചെയ്യണം? വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു പച്ചയായ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് ജീവിക്കുന്ന ഹുദ പറഞ്ഞു, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, അത് ശരിയാവൂല. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വിവാഹത്തിലൂടെ നിങ്ങളെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ഒത്തൊരുമിച്ച് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും മനോഹരമായ ഒരു സക്കീനത്തും മവദ്ദത്തുള്ള ജീവിതം നയിക്കുക, അതിലൂടെ പരലോകത്ത് ഉഖബദ്ദാർ, ഏറ്റവും നല്ലൊരു പര്യവസാനത്തിൽ ഒരുമിച്ച് കൂടുക, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചർച്ച അങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടു വന്നു. അവസാനം ഹുദയുടെ താല്പര്യത്തിന് നബീൽ വിധേയമാകുന്നു. അങ്ങനെ ഏകദേശം മാസങ്ങൾ കഴിയുന്നു. അപ്പോൾ ഹുദ ഗർഭിണിയാകുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് സ്വാഭാവികമാണല്ലോ, ഒരു 9 മാസം 10 മാസം ആയപ്പോൾ പ്രസവിക്കുന്നു. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞാൽ, ചുരുക്കി പറയണേ, പ്രസവം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് പിതാവ് ഏറ്റുവാങ്ങുകയാണ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഉമ്മ പ്രസവം കഴിഞ്ഞാൽ ഉമ്മ കാണുന്നു, പിന്നീട് പുറത്തുനിന്ന് വളരെ ആശങ്കയോട് കൂടിയിട്ട് നോക്കിക്കാണുന്നവരാണ് ആര്? സങ്കടത്തോടു കൂടി നിൽക്കുന്നവർ, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി സമ്മിശ്ര വികാരത്തോടു കൂടി നിൽക്കുന്നവരാണ് ഞങ്ങൾ പുരുഷന്മാർ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയില്ല. ഓ പിന്നെ എന്ത് വേദന അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന വേദന, ടെൻഷൻ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഇതെന്തായാലും തല ഉൽക്കാത്ത ചിരിക്കണ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ്. ശരി, അപ്പോൾ ഇവിടുന്നാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും ശരിയാക്കി തരാം. ക്ലാസ് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് അവിടെ അങ്ങോട്ടും കൂടെ നടന്നാൽ മതി അല്ലേ? സിമ്പിളല്ലേ? അങ്ങോട്ടും നടക്കുക ഇങ്ങോട്ടും നടക്കുക. പ്രസവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് കുഞ്ഞിനെ വാങ്ങാം, സന്തോഷം. ശരി, ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ടെൻഷനുണ്ട്. ഉള്ള കാര്യം പറയാണല്ലോ, എന്താവും, ഓൾ എന്ത് വേദനയായിരിക്കും അവിടെ സഹിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. ഇവിടുത്തെ കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ തിരിച്ചറിയണം. അങ്ങനെ ഈ കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങിയ ഉടനെ തന്നെ ഈ നബീല് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുകയാണ്. എന്നിട്ട് അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വാക്കാണ് കഥ അവസാനിക്കുന്ന സമയത്ത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവിൻ്റെ ഔദാര്യത്തിൽ നിന്നാണ്. അങ്ങനെ കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ ഹുദ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഭയങ്കര, നമ്മൾ പറയില്ലേ, ചങ്ക് കുത്തുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് കുഞ്ഞിനെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നബീൽ പറഞ്ഞു, എന്ത് ചോദ്യമാണത്? എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും തെറ്റായ ചിന്തകളും ഇതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. കഥയും അവിടെ അവസാനിക്കുന്നു. ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള കുടുംബത്തെയാണ് അവിടെ ആ എഴുത്തുകാരി ചിത്രീകരിക്കുന്നത്. ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു കഥയാണ്. ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം, നമ്മുടെ കുടുംബത്തിലുള്ള ചില തെറ്റിദ്ധാരണകളും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ആ തെറ്റിദ്ധാരണകളെ തിരുത്തുന്ന രീതിയും വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്, ഓരോ സ്വർഗം പൂക്കുന്ന കുടുംബം ദുനിയാവിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം നമുക്ക് കാണാൻ വളരെ കൗതുകമാണ്, കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്.
ആ പറയുന്ന ആ പൂന്തോട്ടത്തിൽ നിന്നൊരു പൂവ് നുള്ളിയെടുത്ത് വാസനിക്കുമ്പോഴും വല്ലാത്ത സുഗന്ധമാണ്. അപ്പൊ ഈ പറയുന്ന ഒരു പൂന്തോട്ടമായിട്ട് നമ്മുടെ കുടുംബത്തൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പൂന്തോട്ടമായിട്ട്. പക്ഷേ അതൊരു വാടിയ ഒരുപാട് പൂക്കളാണ് അവിടെ ഉള്ളത് പൂന്തോട്ടത്തിൽ. അതേപോലെ തന്നെ അതിൽ നിന്ന് ദുർഗന്ധങ്ങൾ വരുന്ന പൂക്കളാണെങ്കിൽ നമ്മൾ അതിലേക്ക് അടുക്കൂല. അപ്പൊ ശരിക്കും ആലോചിക്കേണ്ടത്, ദുർഗന്ധങ്ങൾ വമിക്കുന്ന ഒരു പൂന്തോട്ടമാണോ നല്ല സുഗന്ധമുള്ള പൂന്തോട്ടമാണോ നമ്മുടെ വീട്? ഇതിനൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു മനോഹരമായിട്ടുള്ള മഹറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ വചനത്തിൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ, നിങ്ങൾ കേട്ട ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മൂസ നബി അലൈഹി ഇസ്ലാം നാട് വിട്ടു വരുന്നു, ആ സാഹചര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു അല്ലെ. ഫസഖാലഹുമ സുമ്മ തവല്ല ഇലൽ ലില്ലി, രണ്ടുപേർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി സഹായിച്ചു. മരത്തണലിൽ വന്നിരുന്നു. റബ്ബി ഇനി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, രക്ഷിതാവേ നീ എനിക്ക് ഇപ്പോൾ തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ നാട് വിട്ടിട്ട് ഒരു അഭയം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് മരത്തണലിൽ ഇരിക്കുകയാണ്. നമ്മൾ വായിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അപ്പോഴാണ് ആ പെൺകുട്ടികൾ വരുന്നതും കാലികൾക്ക് വെള്ളം കൊടുക്കാൻ സഹായിക്കുന്നതും. അവസാനം വീട്ടിൽ പോയിട്ട് ഉപ്പാനോട് ആ പെൺകുട്ടികൾ പറയുന്ന ഒരു വിശേഷണമുണ്ട്. എന്താണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആരാണ് ചെറുപ്പക്കാരൻ? കവിയാണ്, അമീനാണ്, ശക്തനുമാണ്, വിശ്വസ്തനുമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പറയാണ് അയാൾ ശക്തനാണ്, മാനസികമായും ശാരീരികമായും കരുത്തുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്തത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒരു പുരുഷന് ഒരു പെണ്ണിന് വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. കാരണം എന്നെ കെട്ടിക്കഴിഞ്ഞാൽ, എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നെ പോറ്റാനുള്ള ത്രാണിയും ചങ്കൂറ്റവും എൻ്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ടാകും. നേരെ തിരിച്ചും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ്. എൻ്റെ കൂടെ അവൾ എന്നും താങ്ങും തണലുമായിട്ട് ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു ബോധം കൂടി. ഏതായിരുന്നാലും അവിടെ ഇനി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ, എൻ്റെ 2 മക്കളിൽ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു തരാൻ നിനക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ മഹർ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താണ്. ലോകത്തിൽ ഏറ്റവും വലിയ മഹർ എത്ര വർഷം? 8 വർഷം അധ്വാനിച്ചു, കൂടെ വേണമെങ്കിൽ 2 വർഷം അധികരിപ്പിക്കാം എന്നവിടെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അധ്വാനത്തിലൂടെ ആ മഹർ നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ല ദീനുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്ന മനോഹരമായിട്ടുള്ളൊരു സംഗമമാണ് വിശുദ്ധ ഖുർആൻ അവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇതായിരിക്കണം നമ്മുടെ കുടുംബം എന്നുള്ളത്. അപ്പോൾ കുടുംബത്തിൽ ഓരോരുത്തരുടെ കഷ്ടപ്പാടിൻ്റെ വേദന നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിലിരിക്കുന്ന പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, 18-ാമത്തെ വയസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയി, 19-ാമത്തെ വയസ്സിൽ, ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുക കേട്ടോ, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഗൾഫിൽ പോയ ആളുകളുണ്ടെങ്കിൽ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ഒരു 22-23 വയസ്സിനുള്ളിലൊക്കെ ഗൾഫ് പോയ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് കൈ പൊക്കോ പുരുഷന്മാരിൽ. ഇവിടെ ഉണ്ടല്ലേ? ഞാൻ 1-2 ഉണ്ടാവുള്ളൂ എന്നല്ലേ. നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ? 18-ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയി. ഇപ്പം ഞാൻ വയസ്സ് വഹിക്കുന്നില്ല, 18-ാമത്തെ വയസ്സിൽ പോയില്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ? 40 വർഷം പ്രവാസിയായിട്ട് ഈ മനുഷ്യൻ ജീവിച്ചു. പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ടല്ലോ. നിങ്ങൾ 23-ാമത്തെ വയസ്സിൽ വിദേശത്തേക്ക് പോയി. പിന്നെ വേറെ ആരോ അവിടെ നിന്ന് പറഞ്ഞു, വേറെ കുറേ ഉണ്ടല്ലേ സാറ്. 23-ാമത്തെ വയസ്സിൽ പോയി. എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? 47 വർഷം പ്രവാസിയായിരുന്നു. ഇപ്പം നാട്ടിൽ ആയോ? ഇവിടെ തന്നെയാണ് ഇപ്പോൾ അവിടെ തന്നെയാണ്. ഞാൻ വേദനിക്കരുത്. എപ്പോഴാണ് നാട്ടിൽ നിൽക്കാൻ പറ്റുക? ഇത് ഭയങ്കര ഇതാണ്. ഇനി ഇവിടെ 1-2 പേരും കൂടി ഉണ്ട് സാർ, 2 ആൾക്കാരും കൂടി. നിങ്ങൾ ഇപ്പോഴും ഇപ്പം നാട്ടിൽ വന്നാണ് ലീവിനല്ലേ? ഇപ്പോൾ ഇവിടെ തന്നെയാണ് അല്ലേ? എത്രാമത്തെ വയസ്സ് പോയിട്ടുണ്ട്? 17-ാമത്തെ വയസ്സ്. നിങ്ങളെ വെട്ടിച്ച് അല്ലേ? സോറി, 17-ാമത്തെ വയസ്സിൽ 89-ൽ ഈ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോയത് ആ വയസ്സിൽ? ആണോ? നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബത്തിൽ ഒരാൾ മഴ കൊണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് മറ്റുള്ളവർ കുട പിടിച്ചത്. ഒരാൾ വെയിൽ കൊണ്ടതിൻ്റെ പേരിലാണ്
മറ്റുള്ളവർ തണലിൽ ഇരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ പോലെ എൻ്റെ ജ്യേഷ്ഠന് ചെറുപ്പത്തിൽ അധ്വാനിക്കാൻ തുടങ്ങിയ അവന് പിന്നെ പഠിക്കാൻ വല്ല താല്പര്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിലേ അധ്വാനിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവൻ്റെ കഷ്ടപ്പാട് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ അങ്ങനെ കഷ്ടപ്പാടും പ്രയാസമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവന് രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടക്കുന്നു. ഞാൻ വിദ്യാഭ്യാസത്തിന് എൻ്റെ കാര്യത്തിന് പോകുന്ന ഇതുവരെ പഠിച്ച് മുന്നോട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അവൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കഷ്ടപ്പാടിൻ്റെ വേദനയുടെ ആ ഒരു ആയം തിരിച്ചറിയുന്നത്. ശരിക്കും നമ്മൾ ഇവരെ അഭിനന്ദിക്കേണ്ടതാണ്. എന്തിനാണെന്നറിയോ? കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അന്ന് സുബഹിക്ക് ഞായറാഴ്ച ദിവസം ക്ലാസ് എടുക്കാറുണ്ട് പള്ളിയിൽ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് കുടുംബത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു, കുടുംബത്തിന് ചിലവഴിക്കുന്ന ഓരോ ചിലവഴിക്കലിനും അത് സ്വതക്കയാണ്, അതിന് പുണ്യമുണ്ട്. 2 സ്വതക്കയുടെ പുണ്യമുണ്ടെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ മൂപ്പരിങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ ഉണ്ടല്ലോ കൃഷ്ണമണിയൊക്കെ ഒന്നും കൂടി വികസിച്ച് സന്തോഷത്തോടു കൂടി നാളെ പരലോകത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൂപ്പരിങ്ങനെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടി അടുത്ത് പറയണത്. അപ്പം ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഇതേപോലെ ഇവരെ പോലെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പത്തിലെ വിദേശത്തേക്ക് പോയതാണ്. അങ്ങനെ ഞാൻ അധ്വാനിച്ചു. ഒരു 29-30 വയസ്സൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഉമ്മ സഹോദരികളുണ്ട്, 1-2-3 സഹോദരി എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പറയും, കാക്ക എനിക്കൊരു കമ്മൽ, കാക്ക എൻ്റെ കാലിൽ പാദസരമില്ല. അപ്പോൾ ഉമ്മനോട് പറയാം. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറയും, ഇവിടെ മൂത്തോളെ കയ്യിലുണ്ട്, ഇളവൻ്റെ കയ്യിൽ ഇളോളെ കയ്യിലില്ല, അപ്പോൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്തോക്കും ഇളവക്കും ഒക്കെ പാദസരം കൊടുത്ത്, കമ്മലും വാങ്ങിച്ചു കൊടുത്ത്, വളയും കൊടുത്ത്, വീട് ഒരു 3-4 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ വീടുണ്ടാക്കി കൊടുത്ത്, സൗകര്യമാക്കി കൊടുത്ത്, കല്യാണം കഴിപ്പിച്ച്. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് 32-33 വയസ്സായി. അദ്ദേഹം പറയണം എന്താണെന്നറിയോ? അത് പറയുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് ഒരൊറ്റ ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം വരുന്നത്. എന്താണെന്നറിയോ? മോനെ, അനക്കൊരു പെണ്ണ് കിട്ടണ്ടേ? നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? 27-ാമത്തെ വയസ്സിൽ ഇവന് ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉമ്മ അത് ചോദിക്കുന്നു. ഉമ്മ ചോദിച്ചില്ല, പക്ഷെ പറയാനൊരു മടി, അങ്ങോട്ടും ഒരു മടി. പുരുഷന്മാർക്ക് അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഇല്ല കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ പറയും, ഉമ്മ എപ്പോഴും എന്നെ കെട്ടിച്ചേരാ അല്ലേ? പെൺകുട്ടികൾ ചിലപ്പോൾ ചോദിച്ചോളൊന്നുമില്ല, ചിലപ്പോൾ ആൺകുട്ടികൾ ചോദിക്കും. 24 വയസ്സായി പുറേ നിറഞ്ഞ് നിൽക്കുകയാണ്, എപ്പോഴാണ് എന്നെ കെട്ടിച്ചേരാ എന്നൊക്കെ ആൺകുട്ടികൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഏതായിരുന്നാലും 29 കഴിഞ്ഞ് 32-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വീട്ടിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമുക്ക് നമ്മളെ മോളെ കല്യാണം കഴിച്ച അവൾക്കൊക്കെ ഒരു വീടാവണ്ടേ? അപ്പോൾ പറഞ്ഞു, അവർക്ക് അവരെ ഭർത്താവും കുടുംബങ്ങളൊക്കെ ആയില്ലേ, അവർ നോക്കിക്കോളുമല്ലോ. അപ്പോൾ അത് ഉമ്മക്ക് പറഞ്ഞപ്പോൾ ഇഷ്ടമായില്ല. നീ ഇന്ന് വരെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ആളാ, ഇപ്പം നിനക്ക് ഒരു ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അദ്ദേഹം മിണ്ടിയില്ല. ഏതായാലും ഇദ്ദേഹം സ്വയം താല്പര്യപ്പെട്ട് അടുത്ത പ്രാവശ്യം 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ 34-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം എന്താ? ഇത്രയും കാലം കുടുംബത്തിന്, അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഇല്ല എന്നല്ല, കുടുംബത്തിന് വേണ്ടിയൊക്കെ അവസരം ഒരുക്കി. അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. എപ്പോൾ പെണ്ണ് കിട്ടിയോ അന്ന് മുതൽ മൂപ്പരെ സന്തോഷം പോയി. പെണ്ണിനെ കൊണ്ടല്ല കേട്ടോ. പിന്നെ ആ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയട്ടോ, നിങ്ങൾ ഇന്ന് മുതൽ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാ പെങ്ങന്മാരും അങ്ങനെയാണ്, എല്ലാ അമ്മമാരും അങ്ങനെയാണ് ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ മാത്രമാണ്, അവിടെ മാത്രമായിട്ട് നിങ്ങൾ ചുരുക്കി കാണണം. ഓക്കെ? അങ്ങനെ അവസാനം അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു, സമാധാനമില്ലായ്മ വരുന്നു. അവസാനം ഇദ്ദേഹം വേറെ വീട് വാടകയ്ക്ക് വീടെടുത്തിട്ട് പോകുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് വാടകയ്ക്ക് വീടെടുത്തിട്ട് പോകുന്നു, ബാക്കിയുള്ളവർ അവിടെ ജീവിക്കുന്നു. അങ്ങനെ അകന്ന് നിൽക്കുന്നു. അദ്ദേഹം പറയാണ്, ഒന്ന് സ്വസ്ഥമായിട്ട് നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിന് പോലും പറ്റണില്ല. എന്നിട്ട് അവസാനം അദ്ദേഹം പിന്നെയും വിദേശത്തേക്ക് തന്നെ പോവുക. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ആ ഫോൺ കോളും പരാതി പറച്ചിലെങ്കിലും കുറയല്ലോ, അതെങ്കിലും വിചാരിച്ച് മുന്നോട്ട് പോകുകയാണെന്ന്. ഇത് നിങ്ങളെ വേദനിപ്പിക്കാനോ മറ്റോ ഒന്നല്ല സൂചിപ്പിച്ചത്, മറിച്ച് കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കഷ്ടപ്പാടിൻ്റെ വേദന തിരിച്ചറിയാനും അഭിനന്ദിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ഏപ്രിൽ അതിൻ്റെ ഗവേഷണത്തിൻ്റെ PhD ആവശ്യത്തിന് വിദേശത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്ന് വെച്ചാൽ എന്തേ, എൻ്റെ കയ്യിലൊരു ഓർണമെൻറ്റ്സ് ഉണ്ട്, അത് ഡയമണ്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ മോൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം, ഞാൻ അഡ്രസ്സൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ
പറഞ്ഞു കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് തന്നു. നല്ല വിലപിടിപ്പുള്ള ഒരു ഡയമണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ല, എൻ്റെ മോളെ കല്യാണം ഉണ്ട്, അപ്പോൾ കല്യാണത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും കൂടി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ വരണ്ടേ, അപ്പോൾ നിക്കാഹിനൊക്കെ കൈ കൊടുക്കണ്ടേ, വലിയല്ലേ, അപ്പോൾ വലിയ കൈ കൊടുക്കണ്ട. അല്ല ഞാനത് മൂത്ത മോനെ ഏൽപ്പിച്ചിട്ടുണ്ട് രക്ഷാധികാരിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പിന്നെ പറയാണ് വരാൻ പൂതിയില്ലായിട്ടല്ല, മറിച്ച് എൻ്റെ മോള് ഒരു ഡയമണ്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് കുറച്ചുകൂടി ഓവർ ടൈം പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാലേ ആ കുട്ടിക്ക് ആ ഓർണമെൻറ്റ് ഡയമണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ലീവ് എടുത്ത് വന്നാൽ ശരിയാവില്ല, ഏതായിരുന്നാലും ഞാൻ അവൾക്ക് എല്ലാവിധ പ്രാർത്ഥനയും എൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ആ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആ മനുഷ്യന് സ്വയം ഒരു മെഴുകുതിരി പോലെ അല്ലെ ഉരുകി തീർന്ന് ആർക്ക് വേണ്ടി ജീവിക്കുകയാണ്? കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്. ആ മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ, പൊന്നു മക്കളെ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ വേദന നിങ്ങൾ തിരിച്ചറിഞ്ഞ് വികാരം മനസ്സിലാക്കി ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗം പൂക്കുന്ന കുടുംബം നമുക്ക് കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, ഇത് ഈ പറയുന്ന സ്വർഗം പൂക്കുന്ന കുടുംബത്തിന് ഒന്നാമത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ്, കുലു ജമീഅൻ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക, അതായത് ഡൈനിങ് ടേബിളിൽ ഭിന്നിക്കാതിരിക്കുക. അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഇസ്ലാമിൽ തെറ്റാണെന്നല്ല. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുക ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കും തിരക്കുകൾക്കും അനുസരിച്ചിട്ട്. പക്ഷേ കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കാനും പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം. ഫ ഇന്നൽ ബർക്കത മഅൽ ജമാഅത്തി, ജമാഅത്തിനോടൊപ്പം എന്തുണ്ടായിരിക്കും? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്തുണ്ടായിരിക്കും. ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടോ? അൽഹംദുലില്ലാ. ചില ആൾക്കാർ ഇവിടെ നിന്ന് തലയാട്ടി, വളരെ സന്തോഷമുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കട്ടെ. ഒന്നിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, കൈ ഇങ്ങനെ കണ്ട, ഇങ്ങനെ പിടിച്ച നിങ്ങളെ ഒരു കയ്യിൽ ഒരു വിരല് പേനയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു മത്സരമാണ് കേട്ടോ. 10 മാർക്ക് ഇടണം. 10 എത്ര? ഓക്കെ, കൈ എങ്ങനെ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ താഴെ എങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, എങ്ങനെ ഇട്ടാലും മതി. ശരി, നോക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം, എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് അധിക സമയം ആദ്യം നേരത്തെ എഴുന്നേൽക്കുന്നത് ഞാനാണ്. ഒരു മാർക്ക് ഇട്ടാൽ മതി. 10 അങ്ങനെ ഓൾമോസ്റ്റ് ഭൂരിപക്ഷ ദിവസങ്ങളിലാണ് 10 ഇടുക. ഞാനാണ് എഴുന്നേൽക്കുന്നത്. ഈ ഒരു കുട്ടി പണ്ട് പറഞ്ഞ നേരത്തെ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ എണീക്കും, 8 മണിക്ക് എണീക്കുന്നല്ല കേട്ടോ. സുബഹിക്ക് നമ്മൾ അതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിനൊക്കെ എണീക്കുന്ന ആൾക്കാരുണ്ട്. അവർ കൂടെ ഓർമ്മ വന്നപ്പോൾ പറയാണ്, ഈ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കും, ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കൂല, പിന്നെ നല്ല എന്താട്ടോ സുബഹിക്ക് പള്ളിയിലും പോകില്ല. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കിടന്നുറങ്ങും. ഭാര്യ കുറേ പറഞ്ഞു. അപ്പോൾ അവസാനം ഭാര്യ കൂടെ ഇങ്ങനെ നിർദ്ദേശിക്കും. അവസാനം ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പുണ്ട് നിസ്കാര കുപ്പായത്തിൽ അല്ലേ 4:30 4:20 ഒരാളിങ്ങനെ കൈയും കെട്ടി നിസ്കരിക്കണം. മൂപ്പര് ആദ്യം കണ്ടപ്പോൾ നെട്ടിപ്പോയി, കണ്ണൊക്കെ തായിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ അസമയത്ത് ഒരാൾ നിസ്കരിക്കണം കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പെണ്ണിങ്ങനെ നിസ്കരിക്കുകയാണ്. അങ്ങനെ കണ്ട് പിന്നെ മൂപ്പരിങ്ങനെ നോക്കിയെന്നത്രേ. 2ാമത്തെ ദിവസം ഇതേപോലെ തന്നെ അങ്ങനെ ഭാര്യ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ ഭാര്യ ഇങ്ങനെ ചിരിച്ചിട്ട് മൂപ്പര് മുഖത്തോക്കിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഭർത്താവ് ഭാര്യ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത്ഭുതം അല്ലേ? എന്താണ് അത്ഭുതം? അങ്ങനെ അവസാനം നോക്കിയെന്നപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറയാണ്, നിന്നെ ഈ കുപ്പായത്തിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. നിസ്കാര കുപ്പായത്തിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ പുരുഷന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. കണ്ടാ, ഇവർ ഭയങ്കര ഹാപ്പിയായി. കറക്റ്റാ, ഞാനൊരു പുരുഷനല്ലേ? നേരെ ഓപ്പോസിറ്റും ഉണ്ട് അല്ലേ? അതായത് മരിക്കുന്ന സമയത്തും ഇങ്ങനെ നേരെ ഓപ്പോസിറ്റും കാണാമെന്നാണ് മൂപ്പര് വേറൊരു അർത്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.
ഏതായിരുന്നാലും അത് ഓർമ്മ വേണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? ആ ഒരു ഓർമ്മയും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഭാര്യയെ നിസ്കാര കുപ്പായത്തിൽ കാണുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, അയാൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഫുൾ ടൈം നിസ്കാര കുപ്പായത്തിൽ അങ്ങനെ നടക്കണ്ട കേട്ടോ. അതൊക്കെ വേഗം മനസ്സിലാവും, നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ ഈ മഗ്‌രിബിന് നിസ്കാര കുപ്പായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഉമ്മ ശരിക്ക് വല്യമ്മ കേട്ടോ, വല്യമ്മ ഈ കണ്ണൂരുകാരിയാണ്. വല്യമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് മാറിയതാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ നിസ്കാര കുപ്പായം മഗ്‌രിബിനിട്ടാൽ പിന്നെ അഴിക്കുന്നത് ഇശാവിൻ്റെ സമയത്തായിരിക്കും, ഇശാവ് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും. എത്ര പേര് ഇപ്പം അങ്ങനെ ഉണ്ട്? ചൂടാണ്, അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. ഏതായിരുന്നാലും അതൊരു അതിർപ്പാണ്. അതിനെന്താ പറയുക? അതിങ്ങനെ കാണുമ്പോൾ ഒരു അതിർപ്പ്. അതിനേക്കാളും നല്ല വാക്ക് സാഹിത്യത്തിന് വേറെ ഉപയോഗിക്കണ്ട. ഒരു അതിർപ്പാണ് കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താ രസം എന്നറിയാം. ശരിക്കും ഞാൻ പറയട്ടെ, ഒരു പുരുഷന് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഒരു അഭിമാനവും ആദരവും ആ വസ്ത്രത്തിന്, നിസ്കാര കുപ്പായത്തിലൊരു ആദരവുണ്ട്. ഇൻഷാ അല്ലാ ഇത് പറയുന്നത് നിങ്ങളുടെ കുടുംബം വീടിനെ നിങ്ങൾ ഖബറാക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലെ, വലാ തജഅലു ബുയൂതക്കും ഖുബൂരൻ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ എന്താക്കി മാറ്റാൻ പാടില്ല? ഖബറുകൾ ആക്കി മാറ്റാൻ പാടില്ല. പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തിന് പോകും. നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് നമസ്കാരം പുരുഷന്മാരോടും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. പക്ഷെ നിങ്ങൾ സ്ത്രീകൾ ആ സുന്നത്ത് നമസ്കാരങ്ങളും ഇനി അഥവാ ഫർള് നിസ്കരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ അവിടെ സുജൂദ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹദീസിൻ്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക? അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും സ്വർഗം പൂക്കുന്ന കുടുംബത്തിലെ രണ്ടാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ അതായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഒന്ന് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. രണ്ടാമത് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യം കൂടിയാണ്.